നമ്മൾ ഫാമിലിയും പാരൻറ്റിങ്ങും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അത് തുടങ്ങേണ്ടത് നമുക്കറിയാം, നമ്മുടെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് വിചാരിച്ചാണ് അവൻ്റെ നരൻ്റെ വാരിയെല്ലിൽ നിന്നൊന്നെടുത്ത് നാരിയെ സൃഷ്ടിക്കുന്നു. പിന്നെയുള്ള കഥയൊന്നും പറയണ്ട. അങ്ങനെ നരനും നാരിയും ഒന്നു ചേർന്നാണ് കുടുംബമുണ്ടാകുന്നത്. അങ്ങനെ കുടുംബമുണ്ടായി ആ കുടുംബത്തെ എങ്ങനെയാണ് ഉത്കൃഷ്ടതയിലേക്ക്, കുടുംബത്തിൻ്റെ ഉത്കൃഷ്ടത വഴിയായിട്ട് സമൂഹത്തിൻ്റെ ഉത്കൃഷ്ടത, ലോകത്തിൻ്റെ മൊത്തം ഉത്കൃഷ്ടത, ആ ഉത്കൃഷ്ടതയിലേക്ക് എങ്ങനെയാണ് നയിക്കാൻ കഴിയുക? അതിനുള്ള ഒരുപാട് കഥകൾ നമുക്ക് ബൈബിൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ആരെയാണ് നമുക്ക് ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെട്ട നാരിയായി, കുടുംബിനിയായി, മാതാവായി ചിത്രീകരിക്കപ്പെട്ടുള്ള വനിത? കന്യകാ മറിയം തന്നെയാണ് അങ്ങനെയുള്ള ഒരു വനിതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അപ്പോൾ കന്യകാ മറിയത്തിൻ്റെ കുടുംബം അതെന്തായിരുന്നു? കന്യകാ മറിയത്തിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ കന്യകാ മറിയം എന്ന പദത്തിൽ നിന്ന് തന്നെ ഒന്ന് സത്യമാണ്, വേദശാസ്ത്ര പണ്ഡിതരൊക്കെ പറയുന്നുണ്ട്, അവൾ കന്യകയായി ഗർഭം ധരിക്കുന്നു, കന്യകയായി തന്നെ പ്രസവിക്കുന്നു, പ്രസവശേഷവും കന്യകയായി തന്നെ തുടരുന്നു. അപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ എന്ന ഒരാൾ അവിടെ കടന്നു വരുന്നില്ല. വിശുദ്ധ യോസേപ്പുണ്ട്, പക്ഷെ അദ്ദേഹം യേശുവിൻ്റെ വളർത്തച്ഛനായിട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഇവിടെ കുടുംബം എന്ന് പറയുമ്പോൾ കന്യകാ മറിയവും യേശു ക്രിസ്തുവും ചേർന്ന, അമ്മയും മകനും ചേർന്ന ഒന്നാണ് ഇവിടെ കുടുംബം എന്ന് പറയുമ്പോൾ. അമ്മയും മകനും ചേർന്ന ആ കുടുംബത്തിൻ്റെ കഥ തന്നെ നമ്മളെ ഏത് കാലത്തും വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ബന്ധമാണ് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിൻ്റെ എല്ലാ ദിശകളിലേക്കും നമുക്ക് നോക്കണ്ട. പക്ഷേ യേശു ക്രിസ്തു കടന്നുപോയ കഠിന യാതനകളുടെ കാലം, ആ കഠിന യാതനകളിലൂടെ അതേ വ്യഥയോട് കൂടി തന്നെയാണ് കന്യകാ മറിയവും കടന്നു പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. യേശു ക്രിസ്തുവിനെ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ പീലാത്തോസ് ഒരു പക്ഷേ യേശുവിനെ കുരിശുമരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് കരുതിയാണ് അദ്ദേഹത്തെ, അതായത് പ്രിത്തോറിയത്തിൽ, പീലാത്തോസിൻ്റെ പ്രിത്തോറിയത്തിൽ വെച്ച് ചമ്മട്ടി അടിക്ക് വിധേയനാക്കുന്നത്. ചമ്മട്ടി അടി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ അടിയല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ, 5000-ൽ പരം അടി. ചമ്മട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചമ്മട്ടി എന്ന് പറയുന്നത് അടിച്ചു വലിക്കുമ്പോൾ രക്തവും മാംസവും അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് ചമ്മട്ടി എന്ന് പറഞ്ഞ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്ന് ചരിത്രകാരന്മാരും വേദശാസ്ത്ര പണ്ഡിതരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചമ്മട്ടികളാൽ 5000-ലധികം അടി അടിച്ച്, അതേപ്പറ്റി ചില ഫിലിംസൊക്കെ വന്നിട്ടുണ്ട്, അത് കണ്ടവർ കാണും. അപ്പോൾ അദ്ദേഹം എല്ലും തോലും, അതായത് എല്ല് പോലും കുറേയൊക്കെ മാന്തി കീറിപ്പോയ അവസ്ഥയിലാണ് ചമ്മട്ടിയടിക്ക് ശേഷം യേശു ക്രിസ്തു. അപ്പം നിങ്ങൾ ഓർക്കണം, കന്യകാ മറിയം ആ പ്രിത്തോറിയത്തിൽ തൻ്റെ പുത്രൻ ഈ 5000-ലധികം അടികളേറ്റ് പിരിച്ചു വലിഞ്ഞ സമയത്ത് അത് കണ്ടുകൊണ്ട് ചങ്ക് തകർന്ന് അതേ പ്രിത്തോറിയത്തിൽ കന്യകാ മറിയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യേശു ക്രിസ്തുവിനെ അതായത് ഒരു ജീവൻ നഷ്ടപ്പെടുത്തത്തക്ക പരുവത്തിലെത്തിയ യേശു ക്രിസ്തുവിനെ എടുത്ത് അന്നത്തെ പുരോഹിത പ്രമുഖൻ്റെ വീട്ടിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി എന്താണ് ചെയ്യുന്നത്? ഈ ദേഹം കൊണ്ടുപോയി എറിയുകയാണ് കാരാഗ്രഹത്തിൽ. നിങ്ങൾ യെരൂശലേം സന്ദർശിച്ചവരുണ്ടെങ്കിൽ ആ കാരാഗ്രഹത്തിൽ യേശുക്രിസ്തുവിനെ എറിഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ രക്തം കട്ട പിടിച്ചിരിക്കുന്നത് ഇപ്പോഴും കാണാം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് ആ രക്തം, അതായത് അന്നത്തെ രക്തം ഇപ്പോഴും അത്ര ശക്തമായ ഏറാണ് എറിഞ്ഞത്.
പിറ്റേന്ന് ദുഃഖ വെള്ളിയാഴ്ച. ആ ശരീരവും അദ്ദേഹത്തെയാണ് കുരിശു ചുമക്കാൻ പ്രേരിപ്പിക്കുന്നത്. കുരിശുമായി ഗാഗുൽത്താ മലയിലേക്ക് യേശുക്രിസ്തു പോകുമ്പോൾ ഒപ്പം കന്യകാമറിയം അമ്മയുണ്ടായിരുന്നു. സ്വന്തം മകനെ ആരെങ്കിലും ഒരടി അടിക്കുന്നത് കണ്ടാൽ, എൻ്റെ മകനെയാണ് അടിക്കുന്നത് എങ്കിൽ എൻ്റെ മകൻ കുറ്റക്കാരനല്ലെങ്കിൽ ഞാൻ ആ അടിക്കുന്നവനെ അടിച്ച് താഴെയിടും, എനിക്ക് പറ്റുമെങ്കിൽ. അത്രയേറെ നാം മക്കളെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള കാലത്താണ് ഈ പീഡകളെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കണ്ടുകൊണ്ട് കന്യകാമറിയം നിന്നത്. എന്തുകൊണ്ടാണ്? കന്യകാമറിയത്തിനറിയാം താൻ ദൈവത്തിൻ്റെ അമ്മയാണ്, താൻ പ്രസവിച്ചത് ദൈവകുമാരനെയാണ്. അദ്ദേഹം ഭൂമിയിലേക്ക് വന്നത് രാജാവായി ഇവിടെ വാഴാനല്ല, സ്വർഗത്തിൽ രാജാവായി വാഴാനാണ്. അതിനു മുൻപായിട്ട് ഈ ജനങ്ങളുടെ, അതായത് അവരെ വിശുദ്ധിയിലേക്ക്, അതായത് പാപം എന്ന മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിന് സ്വന്തം പുത്രൻ ഈ വേദനകളൊക്കെ സഹിച്ചേ പറ്റൂ എന്ന് കന്യകാമറിയത്തിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് കന്യകാമറിയം ഈ വേദനകളൊക്കെ സഹിച്ചുകൊണ്ട് അതുവഴിഞ്ഞ് കുരിശുമായി കർത്താവ് ഗാഗുൽത്തായിലേക്ക് പോകുമ്പോൾ അമ്മ മറിയവും, ക്ലയോഫാസിൻ്റെ അമ്മ മറിയവും, മഗ്ദലന മറിയവും മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മളൊരു കാര്യം ഓർക്കണം. മാർത്ത മറിയം സമാജത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, യേശുക്രിസ്തു തൻ്റെ തൊട്ട് താഴെ വരെ സ്ത്രീകളെ ഉയർത്തി. അതുകൊണ്ടാണ് ഈ ഫാമിലി ആൻഡ് പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ സ്ത്രീയെ ഇത്രയധികം പറയേണ്ടി വരുന്നത്. യേശുക്രിസ്തു സ്ത്രീയെ ദൈവത്തിൻ്റെ തൊട്ടടുത്ത് വരെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ജാതനാകുവാൻ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ആവശ്യമില്ലായിരുന്നു. ദൈവമായതുകൊണ്ട് തന്നെ നമുക്കറിയാം, പദാർത്ഥരഹിതമായ പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് കർത്താവ്. ആ കർത്താവിന് ഭൂമിയിലേക്ക് മനുഷ്യനായി വരണമെങ്കിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ആവശ്യമില്ല. പക്ഷെ അവിടുന്ന് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം സ്വീകരിച്ചു. എന്തുകൊണ്ട്? സ്ത്രീയെ അത്ര കണ്ട് വളർത്താൻ വേണ്ടി. നരൻ്റെ വാരിയലിൽ നിന്ന് സൃഷ്ടിച്ച സ്ത്രീ ഒരു രണ്ടാം തരക്കാരിയല്ല, അവൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് എന്ന് ലോകത്തിന് മുൻപിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് കന്യകാമറിയത്തിൻ്റെ ഉദരത്തിലൂടെ കർത്താവ് വരുന്നത്. ആ വന്ന കർത്താവിനെ അതായത് ഗർഭപാത്രത്തിൽ ഉരുത്തിരിഞ്ഞ നിമിഷം മുതൽ ഗാഗുൽത്താ മലയിലേക്ക് പോകുമ്പോഴും ആ അമ്മ കൂടെയുണ്ട്. ഗാഗുൽത്താ മലയിൻ്റെ ഇടയ്ക്കുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഗാഗുൽത്താ മലയിൽ ചെന്ന് 3 ആണികളിൽ അദ്ദേഹം തറയ്ക്കപ്പെടുന്നു. അത് കണ്ടുകൊണ്ടും അമ്മ ഹൃദയവ്യതയോടെ ഇരിക്കുന്നു. കുരിശിലേറ്റി മരിക്കാനായിട്ട് കിടക്കുമ്പോൾ, അപ്പോൾ വേദശാസ്ത്ര പണ്ഡിതർ പറയുന്നത്, യേശുക്രിസ്തു മനുഷ്യനായി പിറന്ന കാലം മുതൽ കുരിശുമരണത്തിന് തയ്യാറെടുക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ മനുഷ്യപ്രകൃതി മാത്രമേ പുറത്ത് കാണിച്ചുള്ളൂ. അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ ആ ദൈവപ്രകൃതി കാണിച്ചു. പക്ഷെ ദൈവപ്രകൃതി ഏറ്റവും കൂടുതലായിട്ട് പ്രകടമായത് കുരിശിലേക്കുള്ള യാത്രയിലും കുരിശിൽ വച്ചുമാണ്. കുരിശിൽ വച്ച് അവസാന നാഴികകളിൽ യേശുക്രിസ്തു തൻ്റെ അമ്മയായ മറിയത്തെ കാണുന്നു, തൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാനെ കാണുന്നു. മരണത്തോടടുക്കുകയാണ്. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? നോക്കൂ സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം ആശ്വസിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട കാര്യമാണ്. കന്യകാമറിയത്തെ ലോകത്തിൻ്റെ അമ്മയായാണ് യേശുക്രിസ്തു അപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കന്യകാമറിയത്തെ ലോകത്തിൻ്റെ അമ്മയാക്കി മഹത്വവൽക്കരിക്കുകയായിരുന്നു. മാത്രവുമല്ല, യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. അവിടെ സർവ ലോകത്തിൻ്റെയും മാതാവായി ആണ് കന്യകാമറിയത്തെ യേശുക്രിസ്തു തന്നെ സ്ഥാപിക്കുന്നത്, സ്വന്തം വാക്കുകൾ കൊണ്ട് തന്നെ. അതിനേക്കാൾ എന്ത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ് നമുക്ക് വേണ്ടത്? സ്ത്രീകൾ മഹത്വവൽക്കരിക്കപ്പെട്ടവരാണ്, കന്യകാമറിയത്തിൻ്റെ വഴിയേ പോകണം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്.